കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് സ്ഥലം വിട്ടു നൽകിയ 100-ലേറെ പേർ ദുരിതത്തിൽ. വീടും സ്ഥലവും വിട്ടുകൊടുത്തവർക്ക് 3 വർഷമായിട്ടും നഷ്ടപരിഹാര തുക ലഭിച്ചില്ല. ജില്ലയിൽ നിശ്ചയിച്ച ഭൂമി വില കൂടുതലാണെന്ന് ദേശീയപാത അതോറിറ്റി കണ്ടെത്തി ആർബിട്രേഷനിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. നടപടികളിലെ കാലതാമസമാണ് നഷ്ടപരിഹാര തുക മുടങ്ങാൻ കാരണം. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. വികസനത്തിനായി സ്ഥലം വിട്ടു നൽകിയ നിരവധി പേരാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുന്നത്. 2 വർഷങ്ങളിലായി 313 കോടി രൂപ ദേശീയപാത അതോറിറ്റി അനുവദിക്കുകയും വീട് നഷ്ടപ്പെടുന്നവർക്ക് മുൻഗണന നൽകി 413 സ്ഥലമുടമകൾക്ക് ഈ തുക വിതരണം ചെയ്തു തുടങ്ങുകയും ചെയ്തിരുന്നു. പിന്നീട് ജില്ലയിൽ നിശ്ചയിച്ച ഭൂമി വില കൂടുതലാണെന്ന് ദേശീയ അതോറിറ്റി കണ്ടെത്തി ആർബിട്രേഷനിൽ റിപ്പോർട്ട് നൽകി. നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ട ആർബിട്രേഷൻ നടപടികളിലെ കാലതാമസം കാരണം തുക വിതരണം മുടങ്ങി. ഈ ജനങ്ങൾക്ക് അവർ വിട്ടുകൊടുത്ത ഭൂമി അതിൻ്റെ പ്രമാണങ്ങൾ 3 വർഷം മുൻപ് കൊടുത്തതാണ്. ഇതുവരെ അതിൻ്റെ നഷ്ടപരിഹാര തുക അവർക്ക് കൊടുത്തിട്ടില്ല. ഇതുപോലെ ജനങ്ങൾ ക്രൂശിക്കപ്പെട്ട ഒരു പദ്ധതി പ്രദേശവും ഉണ്ടാവില്ല. 3 വർഷമായി. ഇപ്പൊ പറയുന്നു ആർബിട്രേറ്ററുടെ അതിന്റെ നടപടി പൂർത്തീകരിക്കപ്പെടാത്തത് കൊണ്ടാണ് ഇന്ന്. ഹൈവേക്കായി സ്ഥലമേറ്റെടുത്ത് 3 വർഷമായിട്ടും നഷ്ടപരിഹാര തുകയുടെ വിതരണം നീളുന്നത് സ്ഥലമുടമകളെ പ്രതിസന്ധിയിലാക്കുകയാണ്. ആർബിട്രേഷനിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ വില കുറച്ചാൽ 4 സെന്റ് മാത്രം ഭൂമിയുള്ള ലക്ഷം വീട് കോളനി നിവാസികൾക്ക് വലിയ തിരിച്ചടിയാകും. മറ്റൊരു സ്ഥലത്ത് ഭൂമി വാങ്ങാനുള്ള തുക പോലും ഉണ്ടാവില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങളിപ്പോൾ ഒരു 3 കൊല്ലം മുന്നേ എല്ലാ രേഖകളും എനിക്ക് കൊടുത്താണ്. ഇത് ഞങ്ങൾക്ക് അന്ന് സ്ഥലത്തിന്റെ പൈസ കിട്ടി. ഇപ്പോൾ ഒരു 5.40 മുതലാണ് നമുക്ക് സ്ഥലത്തിന് തന്നത്. ഇപ്പോൾ അത് 1.90 ആക്കിയെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 4 സെന്റ് സ്ഥലം നഷ്ടപ്പെടുന്ന കോളനി നിവാസികളാണ്. അപ്പം ഞങ്ങൾക്ക് 1.90 ഒന്നും കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കുറവ് കിട്ടി ഞങ്ങൾക്കൊരു വീടെടുക്കാൻ കഴിയുമോ? എവിടെയും കഴിയൂല. ആകെ 3.5 സെന്റ് സ്ഥലമേ ഉള്ളൂ. അത് 3 ആളെ പേരില്ല. വരുമാനക്കൊണ്ടൊരു അവകാശം അവൻ കൂടെ കൊടുത്താൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? പണയത്തിന് കൂടെ പോകാൻ കഴിയൂല. അപ്പോൾ ഞങ്ങൾ കിട്ടണ കുറയ്ക്കാതെ തന്നെ കിട്ടണം. ആധാരമടക്കമുള്ള മറ്റെല്ലാ രേഖകളും കൈമാറിയതോടെ എപ്പോൾ വേണമെങ്കിലും വീടുകളിൽ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യമാണ് ഇപ്പോൾ. വീടുകൾ അറ്റകുറ്റപ്പണികൾ നടത്താതെ എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന അവസ്ഥയിലും. വായ്പയെടുക്കാനോ ദേശീയപാതയ്ക്കായി ഏറ്റെടുക്കുന്ന സ്ഥലത്തിൽ ബാക്കിയുള്ളത് വിൽക്കാനോ സാധിക്കുന്നില്ല. ഞങ്ങളെ വീട് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഞങ്ങൾക്ക് വാസയോഗ്യമല്ല. ഇത് വരുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും അയിമ മുകളിൽ ചെയ്യാൻ പറ്റില്ല. ഫുള്ള് ചെതലാണ്. ഒരു ഭാഗം വീണിട്ടുണ്ട് ഞങ്ങളെ വീട്. ഞങ്ങൾക്ക് വേറെ പോകാനുള്ള വഴിയുമില്ല. അപ്പോൾ ഈ പൈസ എത്രയും വേഗം ഞങ്ങൾക്ക് കിട്ടിയാലേ ഉള്ളൂ. എവിടെയെങ്കിലും ഒരു 2 സെന്റ് വാങ്ങിയിട്ട് വീട് വെക്കാൻ കഴിയുള്ളൂ. നിശ്ചയിച്ച ഭൂമി വില കൂടുതലാണെന്ന് ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് നഷ്ടപരിഹാര തുകയുടെ വിതരണം ആർബിട്രേഷൻ നടപടികളിലേക്ക് കടന്നത്. വീടും സ്ഥലവും വിട്ടുകൊടുത്തവർ നഷ്ടപരിഹാരത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സ്ഥിതിയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.